ഹലോ മൈ ഫ്രണ്ട്സ്, എല്ലാവരും പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവരും സദാ. അപ്പം റംസാനൊക്കെ അല്ലേ വരുമ്പോൾ നമ്മുടെ പള്ളി ഒന്ന് നമ്മളിന്ന് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോകട്ടാ. ആണപ്പോൾ നമ്മുടെ പള്ളി ഇട്ടാ ഇവരൊക്കെയാണ് പെയിൻ്റ് അടിക്കാനുള്ളവർ. ഞാൻ ആദ്യമായിട്ടാണ് പെയിൻ്റ് അടിക്കണം. എനിക്ക് പെയിൻ്റ് അടിക്കാൻ അറിയില്ല, നമ്മൾ അറിയണ പോലെ അഭിനയിക്കുകയും ചെയ്യണം. ഈ ഇരിക്കുന്നതാണ് പെയിൻ്റ് ഇട്ട് നമ്മൾ വെള്ള പെയിൻ്റായിട്ട് പള്ളിയുടെ ഉള്ളിൽ അടിക്കാൻ പോകുന്നത്. ഇത് പെയിൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാട്ടോ. ഇത് കൊടുത്ത് നമുക്ക് 200 രൂപ കിട്ടും. ഇപ്പോൾ എനിക്ക് പണി ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ. ഇയാൾ പണി ഡ്രസ്സ് ഇട്ടാണ് നമുക്ക് പണി ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഇല്ല. പള്ളിയുടെ ഉള്ളിലാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്. നമ്മൾ പുറത്തടിക്ക് പെയിൻ്റ് അടിക്കുന്ന പുറഭാഗം കാണാൻ വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ പള്ളിയുടെ ഉള്ളിലാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് കേട്ടോ. സിനാൻ തുണിയൊക്കെ അയച്ചിട്ടുണ്ടല്ലോ കേട്ടോ, പാൻറ്റൊക്കെ അയച്ചിട്ടുണ്ട് സിനാൻ. അവിടെ മാറൂലായിട്ടില്ല തുടങ്ങിയിട്ടാണ്. ജമാലിക്ക് തന്നെ പെയിൻ്റ് അടിക്കൽ തുടക്കം തുടങ്ങിയിട്ടാണ്. പള്ളിയുടെ ഉള്ളിൽ കുറച്ച് ലൈറ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് 100 വാൾട്ടുള്ള ഈ ബൾബ് അങ്ങോട്ട് ലൈറ്റ് അങ്ങോട്ട് ഫിറ്റ് ചെയ്യുക പള്ളിയുടെ ഉള്ളിൽ. സിനാന് പണി എടുക്കണ പോലെ അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാമ എങ്ങനെയാണ് സിനാന് പെയിൻ്റ് അടിക്കാന്ന് കാണിച്ചു കൊടുക്കുക. ജമാലിക്ക് ഇവിടെ നല്ല പണിയില്ല. ലൈറ്റ് എത്തിച്ചാൽ പള്ളിയുടെ ഉള്ളിൽ കാണാൻ കളറായിട്ട് കേട്ടോ. അപ്പം എല്ലാവരും നല്ല തെളിച്ചായിട്ട് കാണാണ്ട് എല്ലാവരും മുഖം. 2 വട്ടം പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പേ സിനാന്റെ കൈയൊക്കെ പെയിന്റ് മുക്കിയ പോലെ ആയ പറ്റി. വീഡിയോ കാണുന്നവര് ലൈക്ക് ചെയ്യാം. പെയിന്റ് അടിക്കുമ്പോൾ നിൽക്കാനുള്ള പൊസിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാ. ഇക്ക് പെയിന്റ് അടിക്കൽ അറിയാത്ത തന്നെ സിന എങ്ങനെയൊക്കെ പെയിന്റ് അടിക്കാന്ന് പറഞ്ഞു ഞാൻ ശരിയാ. പെയിന്റ് മുക്കുമ്പോ പെയിന്റിന്റെ മണം രസം. അപ്പൊ നമ്മുടെ മുകളത്തെ ഭാഗം ഏകദേശം അടിച്ചു കഴിഞ്ഞായിട്ടാണ്. മുകളത്തെ ഒരു ഭാഗം കേട്ടോ. ഇതിൽ വെച്ച് നമ്മുടെ അംശാദൊക്കെ പെയിന്റ് അടിക്കാൻ വേണ്ടി വന്നിട്ടാ. ഞാൻ പൂരങ്ങളുടെ പൂരം കാണാൻ പോകുന്നത്. അംശാക്കടെ പെയിന്റ് അടി 1.5 പെയിന്റ് അടി കേട്ടാ. പണിയെടുത്ത് നല്ല പരിചയമുള്ളതാ, അത് കാരണം കുഴപ്പമില്ല, തെറ്റൊന്നുമില്ല. ആർക്കെ പെയിന്റ് അടിച്ച് മുഖത്തൊക്കെ ലിപ്സ്റ്റിക് ഇട്ട പോലെ അവിടെ ഇവിടെ കഴിഞ്ഞിട്ട് മേക്കപ്പ് ഇട്ട പോലെ പെയിന്റ് അടിച്ചിട്ട് ഇപ്പൊ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ പെയിന്റ് അടി കുഴപ്പമില്ലാന്ന് പറയാം, ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. മുകളിൽ നിന്ന് പെയിന്റ് അടിക്കാൻ തുടങ്ങിട്ടാ. ഏകദേശം ഇവിടെ മുകൾ ഭാഗത്തെ പണി കഴിയാനായിന്ന് പറയാൻ പറ്റില്ല. ഈ ഭാഗത്ത് സെഷൻ കഴിഞ്ഞു. ഇതാ ഈ ഒരു ഭാഗത്തേക്ക് ജമാലിക്ക് പിന്നെ ചെയ്തു തുടങ്ങിയ മുഖത്തൊക്കെ നിറച്ച് ആക്കുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. റൗഫ് നമുക്ക് കണ്ണാട കൊടുക്കുന്നുണ്ട്. റൗഫ് കൊടുത്ത് കണ്ണാടായിട്ട് കണ്ണക്ക് പെയിന്റ് ആവാണ്ടിരിക്കുക കണ്ണാട കൊടുക്കില്ല. സിനാനാണെങ്കിൽ നല്ല പണിയിലാണ് സിനാൻ കണ്ണാടൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ കൊടുക്കാൻ പാടില്ല. അവൻ കണ്ണാടില്ലാണ്ട് ജോലി ചെയ്യട്ടെ. അപ്പോൾ പണി ഒന്നുകൂടെ ഒന്ന് ഉഷാറായിട്ടാണ്. സിനാൻ പെയിന്റിങ്ങാരനായിട്ട് കയ്യുമൊക്കെ വെളുത്തിട്ട് പാറുന്നൊക്കെ ക്രീമൊക്കെ കഴിക്കില്ല. അതുപോലെ സിനാന്റെ കൈ വെളുത്തിട്ട് പാറിയിട്ടാ. സിനാൻ ആത്മാർത്ഥമായിട്ടാണ് പണിയെടുക്കുന്നത്. പള്ളിയിലുള്ള സാധനങ്ങൾ മാറ്റാനായിട്ട് പെയിന്റ് അടിച്ചത്. ഈ മെഷീനും ഒക്കെ നിറച്ച് പെയിന്റ് ആയിട്ട് ഇപ്പൊ തുടച്ചുകൊണ്ടിരിക്കുന്ന പണി കിട്ടി. ബോഡിയുള്ള മസിലൊക്കെ വെച്ച് കണ്ണട വെച്ചപ്പോൾ സെലിബ്രിറ്റി ആയി. മച്ചാനെ കണ്ണാടി വെച്ചിട്ട് കളി കണ്ടോ മച്ചാനെ? ഇന്റെ കണ്ണാടിയാ മച്ചാനെ. ഞാൻ പരിപാടി ചെയ്തിട്ട മച്ചാൻ പണിയെടുത്ത മച്ചാനെ. മാറോലവടി മേട്ട പിന്നെ പെയിന്റ് അടി ഷെജിലിക്കാണ് നമ്മളെ കൂട്ടത്തിലാകെ പെയിന്റ് അടിക്കുന്നത്. അപ്പൊ ആളടിക്കണ പോലെയാണ് നമ്മളെല്ലാവരും അടിക്കുന്നത്. ഡ്രിങ്കിങ് ബ്രേക്കിൽ സിനാൻ്റെ കളി കാണിച്ചാ കുറെ ആകെ എന്തോ ഒരു ഭാഗത്തിന് ഒരു വട്ടം വീണ് വെച്ച് ഞാൻ അതിനെ ചെയ്തോണ്ടിരിക്കുക. കട്ടി അത് മതി. വീണാത്തൊക്കെ അവനെ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. വീണതൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഒന്നുകൂടെ ഇട്ടോ വീണാലോ. എല്ലാതും കഴിയാനാകുമ്പോ റൗഫ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ജിമ്മിനൊക്കെ പോയിട്ട് ചെക്കന് 10 മണി വരെ ജിമ്മ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പഴാ അവന് നേരം വന്നത്. അല്ല സിനാനെ അവന് ജിമ്മായ കാരണം എന്താ ചെക്കന് ജിമ്മൊക്കെ സിക്സ് പാക്ക് വന്നു. ചെക്കൻ വന്നിട്ട് ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ പാടില്ല. അപ്പൊ ചെക്കൻ ഒരുപാട് പെയിന്റ് അടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടാ. മൂപ്പരാണെങ്കിൽ ഇത്ര ദിവസം ക്ലാസ്സിന് പോയിട്ടില്ല കേട്ടോ. ഇന്നാണെങ്കിൽ അവൻ്റെ ഹോൾ ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പൊ പിന്നെ മുതലാണ് അവന് മനസ്സിലായത് ഇപ്പോഴും ക്ലാസ് തുടങ്ങിയത്. ഒരു 2-3 ആഴ്ച ഈ ചെക്കൻ സ്കൂളിൽ പോയിട്ട്. നമ്മള് പിന്നെ ഇടക്കളയിൽ പോവാണ്ടെങ്കിൽ നമ്മള് പിന്നെ പോലെ 2-3 ആഴ്ച ചെയ്താൽ പിന്നെ അങ്ങനെ ഇത്ര ദിവസം ക്ലാസ്സിൽ വെച്ചിട്ട് ഇരിക്കുക. എന്നാണ് അവൻ്റെ ക്ലാസ്സിൽ വരുന്ന ഒരു പെൺകുട്ടി പോയപ്പോൾ പിന്നെ ക്ലാസ് ഇനി മുതൽ ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നെ നാളെ മുതൽ നമ്മൾ പോവാതെ നമുക്ക് പക്ഷെ അങ്ങോട്ട് വേഗം ഉറങ്ങിപ്പോയിട്ടാ. നല്ല പണിയുണ്ട്. അപ്പോൾ വേഗം ഉറങ്ങിപ്പോയി. ഇനി ബാക്കിയുള്ളവരെ എപ്പോഴും ഉറങ്ങാതാവോ. ബാക്കിയുള്ളവരൊക്കെ നല്ല പണിയിലാണ് കേട്ടോ. നല്ല ക്ഷീണം കേട്ടോ. ഫുഡിൻ്റെ വെച്ച് വന്നതാ റൗഫുക്കാകെ. അപ്പോൾ അദ്ദേഹം ഫുഡില്ലാതെ തന്നെ വീട്ടിലേക്ക് വിളിച്ച് പറയാം. റൗഫു കണ്ട വീട്ടിലേക്ക് വിളിച്ച് പറയാവേ കുഴപ്പമില്ല റൗഫ്, നമുക്ക് ഫുഡ് സെറ്റ് ആക്കാം. ജിമ്മിന് പോയാൽ റൗഫിന്റെ വീട്ടിൽ കൊക്കപ്പൂഴുണ്ട് തോന്നുന്നു. അപ്പൊ നേരെ ചക്കനെ വീട്ടിൽ കൊടുന്നു എന്തെങ്കിലും ഒന്ന് കഴിപ്പിച്ചിട്ട് കൊണ്ടുവരാൻ. വീട്ടിലുണ്ടാകുന്ന ബാക്കിയുള്ളതൊക്കെ പറക്കിയിട്ട് റൗഫ് വണ്ടിയുമ്പോൾ കയറിയിട്ടാ. പെയിന്റ് അടിച്ച് വയ്യാണ്ടായിട്ടാ. അപ്പം നമ്മളിനി കിണറ്റിൽ നിന്ന് വെള്ളം കോരിയാട്ടെ. അപ്പം രാത്രി എല്ലാവരും നല്ല ഉറക്കാട്ടാ. നമ്മൾ
കിണറ്റിൽ നിന്ന് വെള്ളം കോരെ വന്നേക്കണ്ട. കിണറ്റിൽ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. റൗഫ് പിന്നെ കോരി അതിൻ്റെ പരിചയമുള്ളതിന് വേഗം കോരി കിട്ടും. ഇനി എങ്ങനെ പോയിട്ട് വെളുപ്പിച്ചെടുക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഡെറ്റോളിട്ട് കഴിക്കേണ്ടി വരുമല്ലോ റൗഫോ. ഞാൻ ഇവിടെ കാലും കൈയൊക്കെ വെളുപ്പിക്കലായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ കാലും കൈയൊക്കെ വെളുപ്പിക്കൽ തുടങ്ങണം. ഇന്ന് പള്ളിയുടെ ഉള്ളിൽ കഴിക്കണ കാർപ്പറ്റൊക്കെ പിടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി സുഖമായിട്ട് പള്ളിയുടെ ഉള്ളിൽ തരി തരാണ്. അപ്പനെ ഉറക്കം വരും കേട്ടോ. നമുക്ക് നേരെ പള്ളിയുടെ ഉള്ളിൽ കിടക്കാം. അപ്പോൾ ഏതായാലും ഇപ്പം ഞാൻ 5 മണിക്കൂറൊക്കെ കിടന്നുറങ്ങാൻ പറ്റില്ല. ഇപ്പം എന്നെ 1:30 ആവാനായിട്ടാണ്. 5 മണിക്കൂറൊക്കെ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അപ്പം സുബൈ നിസ്കരിക്കാനൊക്കെ എണീക്കണം കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. അപ്പോൾ ശരി, അപ്പം നാളെ കാണാം.